കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലീഗിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇടമാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ലീഗ് തകർന്നു പോയിരിക്കുന്നു. ഇടതുപക്ഷം അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെ തുടർന്ന് അവിടെ ലീഗിൽ വലിയ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയർന്നിരിക്കുന്നത്. ലതീഷ് കൂടി ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം എന്താണ് വാണിമേലിൽ ലീഗിൽ സംഭവിക്കുന്നതെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ലീഗിന്റെ ഓഫീസൊക്കെ പൂട്ടിക്കൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ പോകുന്നത്. ഇപ്പോൾ വീണ്ടും പ്രതിഷേധം നേതൃത്വത്തിനെതിരെ ശക്തമാവുകയാണോ? എന്താണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? ലീഗിൽ സമൂലമായൊരു നേതൃമാറ്റം വേണം അവിടെ എന്നാണോ അവർ പറയുന്നത്? മനു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ്, അതായത് മെനയാന്നാണ് വാണിമേൽ ഭൂമി വാതുക്കലിൽ 100-ലധികം വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. മുസ്ലിം ലീഗിൽ പൊതുവെ കണ്ടുവരാത്ത ഒരു രീതിയാണ് പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിപ്പിക്കുക എന്നത്. ഒരു നിവൃത്തിയുമില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വലിയൊരു വിഭാഗം പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധം ഉയർത്തുകയും അവർ ഭൂമി വാതുക്കലിലെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ 20 വർഷമായി, അതായത് 4 ടേമായി വാണിമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം മുസ്ലിം ലീഗിനാണ്. എന്നാൽ ഇത്തവണ ഭരണം LDF-ന് ലഭിച്ചു. അത് വലിയ പുലിവാല് പിടിച്ച ഒരു സാഹചര്യത്തിലേക്കാണ് മുസ്ലിം ലീഗിനെ കൊണ്ട് ചെന്നെത്തിച്ചത്. ലീഗിൻ്റെ മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ വോട്ട് മറിച്ചതിനാലാണ് 14-ാം വാർഡിൽ, അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന 14-ാം വാർഡിൽ വലിയ തോൽവി ഉണ്ടായത് എന്ന് അവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയവർ പറയുന്നു. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി വേണം. സമൂലമായ അഴിച്ചുപണി ഇവർ ആവശ്യപ്പെടുന്നു. അഴിച്ചുപണി ഉണ്ടായിട്ടില്ല എങ്കിൽ സമാന്തര കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ശക്തമാക്കും എന്നാണിപ്പോൾ ഈ പരസ്യ പ്രതികരണത്തിനും പരസ്യമായി രംഗത്തിറങ്ങിയവരും പറയുന്നത്. ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ചില സംഘടനകളും അതേപോലെ തന്നെ അവരുടെ സന്നദ്ധ സംഘടനകളും അതേപോലെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പിരിവിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് ഈ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സമാന്തര കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഈ വാണിമേലിലെ പ്രാദേശിക നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അത് ഉണ്ടായില്ലെങ്കിൽ വലിയ തലവേദന സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നിരവധിയായ കേഡർമാരുള്ള ഒരു പ്രദേശം കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ കേഡർമാരുള്ള ഒരു പ്രദേശം കൂടിയാണ് വാണിമേൽ എന്ന് പറയുന്നത്. അത് ചെറിയ തലവേദനയായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ പോകുന്നത്. മനു, ലതീഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.